ഹായ് ഗായ്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റീസൺ ഒന്നുമില്ല, ഒരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതായിരുന്നു. കൺസ്ട്രക്ഷൻ ഫാബ്രിക്കേഷൻ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ERP നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ബിൽഡ് ചെയ്യുന്നത്. 100% കസ്റ്റം ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ എൻക്വയറി മൊഡ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റൂൾസ് ഉണ്ടായിരുന്നു, കുറേ ലോജിക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ എൻക്വയറി മൊഡ്യൂളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എൻക്വയറിയിൽ നിന്നാണ് എല്ലാം ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കും. അതിനുശേഷം ഒരു SOW ഉണ്ടാക്കും. SOW ഉണ്ടാക്കിയതിന് ശേഷം അത് BOQ ആക്കും. BOQ ആക്കിയതിന് ശേഷം ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. കൊട്ടേഷൻ സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ ഫർദർ എന്തെങ്കിലും റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ റിവൈസ് ചെയ്യും. അപ്പോൾ ക്ലയൻറ്റ് കൊട്ടേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം കസ്റ്റമർ ഓക്കെ, ക്ലയൻറ്റ് ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സെയിൽസ് ഓർഡർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സെയിൽസ് ഓർഡർ നേരെ നമ്മുടെ ഓപ്പറേഷനിലോട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കുകളൊക്കെ ഉള്ളൊരു കസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അടിപൊളി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ പുറകെ ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എക്സോസ്റ്റഡ് ആവുന്നുണ്ടായിരുന്നു. പുതിയ കാര്യങ്ങളായിരുന്നു പഠിക്കുന്നത്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം മെമ്പർ ഇന്നലെ ആളുടെ പേഴ്സണൽ റീസൺ കൊണ്ട് റിസൈൻ ചെയ്തു. നിലവിൽ നമുക്കിപ്പം 3 പേരാണുള്ളത്. ഒരാൾ പോയി. ആളായിരുന്നു ERPയുടെ ഫങ്ഷണൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, ഞാനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മുടെ ചാറ്റണ്ണനൊക്കെ ഉണ്ടല്ലോ, ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയൊരു വർക്കാണ് ഞാനിപ്പോൾ ഈ കസ്റ്റമായിട്ടുള്ള ERP ബിൽഡ് ചെയ്യുന്നത്. അത് സിംപ്ലി AI കൊണ്ട് മാത്രം സാധിക്കില്ല. നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ശരിക്കും വേണം. നന്നായിട്ട് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു വലിയ വർക്ക് തന്നെയാണ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിൽ നിൽക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വലിയൊരു വർക്ക് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് റിസ്ക്കും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഓൾറെഡി ഉണ്ട്. നോക്കാം.